അത് മുഖ്യമന്ത്രി ഇപ്പോൾ ആ പട്ടിണി കിടക്കണമെന്ന് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉച്ചഭക്ഷണം കഴിച്ചൊരു ചിത്രം എടുത്താണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ ഒരു പൊളിറ്റിക്സ് ആണ്. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള മഴക്കെടുതികളൊക്കെ ഉത്സവമാകുന്ന സമയത്ത് സൽക്കാരം കൊണ്ട് നടക്കുകയാണെന്നൊരു വിമർശനം CPM നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ടേക്ക് നിർത്തുന്നു. അനൗചിത്യമായി പെരുമാറുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മഴക്കാലത്ത് മുഖ്യമന്ത്രിക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഈ രൂപത്തിലൊന്നും പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. അത് മുഖ്യമന്ത്രി ഇപ്പോൾ ആ പട്ടിണി കിടക്കണമെന്ന് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉച്ചഭക്ഷണം കഴിച്ചൊരു ചിത്രം എടുത്താണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ ഒരു പൊളിറ്റിക്സ് ആണ്. ഇതിലൊന്നും അങ്ങനെ പൊളിറ്റിക്സ് പറയുമ്പോൾ ഈ പൊന്നാനി തീരദേശത്തെ കാര്യം പറഞ്ഞാൽ ഇത് 20 കൊല്ലമായിട്ട് ഇവിടെ CPMന്റെ MLA ആയിരുന്നു. 10 വർഷമായിട്ട് CPM ആണ് ഭരിച്ചത്. ഞാൻ ഇതുവരെ അവരെ കുറ്റപ്പെടുത്തിയ ഒരു വാചകവും ബോധപൂർവ്വം പറഞ്ഞിട്ടില്ല. അതിനൊരു സമയമല്ലേ ഇത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദി അവരാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അവർക്ക് ഇതിനെ എതിർക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും ഇതിലൊരു പൊളിറ്റിക്സ് കടത്തുന്നില്ല. വളരെ പ്രയാസപ്പെട്ട് ജനം ഇവിടെ നിൽക്കുകയാണ്. അവരതിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന് എല്ലാ മനുഷ്യരുടെയും പിന്തുണ വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ പൊളിറ്റിക്സ് പറയാൻ തുടങ്ങിയാൽ നമ്മളും പൊളിറ്റിക്സ് പറയും. അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. ഈ നാട്ടുകാരുൾപ്പെടെ പറയുന്നത് ഇങ്ങനെ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി പൊന്നാനിയിലെത്തിയിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകളെ കാണാൻ വേണ്ടി തയ്യാറായില്ലല്ലോ എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഇന്നലെയൊക്കെ ഈ വീടുകൾ തകർന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ മലബാറിൽ അദ്ദേഹത്തിന് വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ടായിരുന്നു. ശിഹാബ് തങ്ങൾ അനുസ്മരണം ഉണ്ടായിരുന്നു. ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കോൺവക്കേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതിർന്ന സഹപ്രവർത്തകനും അദ്ദേഹം ഏറെ ബഹുമാനത്തോടെ കാണുന്ന ഹരിദാസിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് ഉച്ചഭക്ഷണം വെച്ചു. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അതും ഒരു പ്രമുഖ ഒരു യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള പൊന്നാനിയിൽ എല്ലാവരും അംഗീകരിക്കുന്ന അഹമ്മദ് ബാഫഖി തങ്ങളുടെ വീടാണ്. അയാളുടെ മകനാണ് യൂത്ത് ലീഗ് ഭാരവാഹി. അപ്പോൾ അതിലൊക്കെ എന്ത് അസാംഗത്യം ഉള്ളത്? അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു, ഒരു സ്ഥലത്ത് ചായ കുടിച്ചു. അതിലൊക്കെ എന്ത് ആർഭാടമാണ് ഇവർ കാണാൻ ശ്രമിക്കുന്നത്? അതെങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ അനൗചിത്യമാവുന്നത്? അപ്പോൾ ഇതൊക്കെ കൃത്യമായി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുകയാണ്. അങ്ങനെ വിഷയം ഡൈവേർട്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് രാഷ്ട്രീയമായ ഒരു ആത്മരതി അനുഭവിക്കാം എന്നല്ലാതെ ഏതെങ്കിലും വിഷയത്തിനൊരു പരിഹാരമാവുമോ? അത് മുഖ്യമന്ത്രി ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഏർപ്പാടാക്കിയോട് അവിടെ അദ്ദേഹം കയറിയതേ ഉള്ളൂ. അദ്ദേഹം ഹരിദാസിനെ കാണുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം പൊന്നാനിയിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തൊട്ടപ്പുറത്തൊരു വീട്ടിൽ ഉച്ചഭക്ഷണം ഏർപ്പാടാക്കി. ഹരിദാസിൻ്റെ സുഹൃത്തായ ഇവിടുത്തെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവായ അഹമ്മദ് ബാഫഖി തങ്ങൾ, അദ്ദേഹം വയോധികനായ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറിയുന്നുള്ളൂ. അതിൽ എന്താണ് അനൗചിത്യം? അവിടെ എന്താണ് അതിനകത്തൊരു അസാംഗത്യം? എന്താണ് അതിൻ്റെ അസ്വാഭാവികത? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കാര്യങ്ങൾ യഥാവിധി നോക്കിക്കാണുന്നവർക്കും മനസ്സിലാവുകയില്ല. NITയുടെ ഭരണസമിതിയിൽ സംസ്ഥാന സർക്കാർ ലബീർ മുഹമ്മദ് ഡോണക്കടത്ത് കേസിലെ കുറ്റാരോപിതനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ സർക്കാർ നോമിനേറ്റ് ചെയ്തു എന്നൊരു വിഷയങ്ങൾ ഉയർന്നു വരുന്നു. എനിക്ക് കുറ്റാരോപിതനായ ഒരു വ്യക്തി, അദ്ദേഹത്തെ എന്താണ് കേസ് നിലവിലുണ്ടോ, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ടോ, അദ്ദേഹം കുറ്റവാളിയാണോ എന്നും കൂടി നിങ്ങൾ അന്വേഷിക്കണം. കുറ്റാരോപിതം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ രാജ്യത്ത് ഒരുവിധം രാഷ്ട്രീയ നേതാക്കളും വ്യക്തികളും കുറ്റാരോപിതരായിരിക്കും. ആ ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് കുറ്റപത്രം സമർപ്പിച്ച് ഒരു വിധിയോ ജഡ്ജ്മെൻറ്റൊക്കെ വന്നാൽ മാത്രമല്ല അയാളെ കുറ്റവാളിയായിട്ട് കാണാൻ പറ്റുള്ളൂ. നിങ്ങളങ്ങനെ മാന്യമായിട്ട് ജീവിതം നയിക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ അവരെയൊന്നും ഇങ്ങനെ എന്താ പറയുക, പിന്നെ ഇങ്ങനെ കരിയോയിൽ വാരി തേക്കരുത്. അത് ശരിയല്ല. മലപ്പുറം DCC ആ വിഷയം അറിഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. മലപ്പുറം DCC അല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. കേരള ഗവൺമെന്റിലാണ് ചെയ്യുന്നത്. മലപ്പുറം DCC അത് അറിയേണ്ട കാര്യമില്ലല്ലോ.